bridal collection by Shobhika Wedding. വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വനിതാ സംഗമവും ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎക്ക് സ്വീകരണവും ഒരുക്കി. നിലമ്പൂർ പീവീസ് ആർക്കേഡിൽ നടന്ന പരിപാടി ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ ജ്യോതികമായ പദ്ധതി തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം 1800 അന്ന് ചോദ്യം ചോദിച്ചു മാനേജ്മെന്റിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത്ര ആളുകളൊക്കെ 4ാം ക്ലാസ് ഇല്ലാത്തവരുണ്ടാവുക ചോദിച്ചു. പിന്നെ നമ്മൾ സർവേ നടത്തിയപ്പോഴാണ് കണ്ടെത്തിയത് 1600ഓളം പേർ 4ാം ക്ലാസ് വിദ്യാഭ്യാസമില്ലാത്ത 60 വയസ്സിന് താഴെ. അപ്പൊ ഒരു 1600 ആളെ പഠിപ്പിക്കണം. 1600 ആളെ പഠിപ്പിക്കാൻ സാക്ഷരതാ മിഷൻ പറയുന്ന ഒരു സെന്ററിൽ 10 ആളെ പാടുള്ളൂ. 10 പേരെ പാടുള്ളൂ ഒരു സെന്ററിൽ. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പൊ എത്ര? 160 സെന്ററുമാണ്. 160 സെന്ററിന് എല്ലാ അംഗനവാടികളും മദ്രസകളും എല്ലാ ക്ലബുകളും വായനശാലകളും ഒക്കെ ഉപയോഗിച്ചു. അവസാനം പള്ളികൾ ഉപയോഗിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വിൻസെന്റ് ഗോൺസാഗിന്റെ ചർച്ച്, ലിറ്റിൽ ഫ്ലവർ ചർച്ച്, അവരൊക്കെ തുറന്നിട്ട് തന്നു നമുക്ക് ഇവരെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ ഈ 160 സെന്ററിലേക്ക് ഒരു സെന്ററിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ആളുകളാണ് പഠിപ്പിക്കാൻ. 480ഓളം ആളുകളാണ്. എവിടെ 480 ആളുകളെ പഠിപ്പിക്കാൻ കിട്ടുക? അപ്പോഴാണ് അധ്യാപകരും റിട്ടയർഡ് അധ്യാപകരെയൊക്കെ ഉപയോഗിച്ചു. അവസാനം ഒരൊറ്റ വഴിയെടുത്തു. ഈ പറഞ്ഞ കുടുംബശ്രീയുടെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു അപേക്ഷാ ഫോം അങ്ങ് വിതരണം ചെയ്തു. 10ാം ക്ലാസ് വരെ പഠിച്ച് പാസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അപേക്ഷിക്കാം. ഒരു നയ പൈസ തരില്ല. പക്ഷേ നിങ്ങൾ ഉത്തരവാദിത്വം ഈ പറഞ്ഞ നിങ്ങളുടെ പ്രായമായ അമ്മമാരെയും ചേച്ചിമാരെയും പഠിപ്പിക്കും. അതിന് തയ്യാറായി വന്നത് ഏകദേശം 275 ആളുകൾ അപേക്ഷ സമർപ്പിച്ചു. അതിൽ നിന്ന് നമ്മൾ 100 ചില ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുകയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിലമ്പൂരിൽ നടന്ന പദ്ധതികളൊക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ പേരെനിക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷേ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല, നിലമ്പൂരിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിനാണ് എന്ന് പറയാൻ കഴിയും. മുൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KV ആമിന അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി. ADS ചെയർപേഴ്സൺ റജിത, മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മുന്താസ് ബാബു, നഗരസഭാ കൌൺസിലർമാരായ ശ്രീജ ചന്ദ്രൻ, ഡെയ്സി ടീച്ചർ, സാലി ബിജു, ഷേർലി ടീച്ചർ, റസിയ അള്ളേമ്പാടം, രാജലക്ഷ്മി, ADS ചെയർപേഴ്സൺ നിഷിത, CDS മെമ്പർമാരായ ഷംസിയ, സുബൈദ തട്ടാരശ്ശേരി എന്നിവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ മുൻ CDS ചെയർപേഴ്സൺ KV ആമിന, മികച്ച കാരുണ്യ പ്രവർത്തനം നടത്തിയ ADS ചെയർപേഴ്സൺ മേരീസ് ഷിബു, അങ്കണവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ PP സീനത്ത്, MEC സജീന എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ.